ഇന്നത്തെ ഗണിത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ 10ാം ക്ലാസ്സിലെ 12ാമത്തെ ചാപ്റ്ററിലെ 10ാമത്തെ വീഡിയോയിലേക്കാണ് പോകുന്നത്. ടെക്സ്റ്റ് ബുക്കിലെ തേർഡ് പ്രോബ്ലം ആണ്. വോളിയം ഓഫ് സ്ഫിയറും സർഫസ് ഏരിയ ഓഫ് സ്ഫിയറും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലം. ദി ബേസ് റേഡിയസ് ആൻഡ് ദി ലെങ്ത് ഓഫ് മെറ്റൽ സിലിണ്ടർ ആർ 4 cm ആൻഡ് 10 cm. If it is melted and recast into spheres of radius 2 cm, how many spheres can be made? അതായത് 4 cm റേഡിയസും 10 cm ഉയരവും ഉള്ള ഒരു സിലിണ്ടർ, മെറ്റൽ സോളിഡ് സിലിണ്ടർ, അതിനെ മെൽറ്റ് ചെയ്തിട്ട് അതിനെ 2 cm റേഡിയസ് ഉള്ള സ്ഫിയേഴ്സ് ആക്കി മാറ്റുന്നു. അങ്ങനെയാണെങ്കിൽ എത്ര സ്ഫിയേഴ്സ് നിർമ്മിക്കാം? ഇതുപോലുള്ള നേരത്തെ നമ്മൾ ചെയ്താണ്. എന്ത് ചെയ്താൽ മതി? സിലിണ്ടറിന്റെ വോളിയത്തെ ഒരു സ്ഫിയറിന്റെ വോളിയം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അതായത് ഇതുപോലുള്ള ഒരു സിലിണ്ടർ, അതിന്റെ റേഡിയസ് 4 ആണ്, ഹൈറ്റ് 10 ആണ്, ഒരു സോളിഡ് മെറ്റൽ സിലിണ്ടർ ആണ്. ഇതിനെ മെൽറ്റ് ചെയ്ത് ഇതുപോലെ 2 cm റേഡിയസ് ഉള്ള സ്ഫിയേഴ്സ് ആയിട്ട് മാറ്റുന്നു. 2 cm റേഡിയസ് ഉള്ള സ്ഫിയേഴ്സ് ആയിട്ട് മാറ്റുന്നു. അപ്പൊ ഇതിൽ നിന്ന് ഇതുപോലുള്ള എത്ര എണ്ണം നിർമ്മിക്കാമെന്ന് ചോദിച്ചാൽ ഇതിന്റെ വോളിയത്തെ ഇതിന്റെ വോളിയം കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോ ഇതിന്റെ റേഡിയസിനെ ക്യാപിറ്റൽ ആർ എന്നും ഹൈറ്റിനെ ക്യാപിറ്റൽ എച്ച് എന്ന് എടുക്കാം. ഇതിന്റെ റേഡിയസിനെ സ്മോൾ ആർ എന്ന് എടുക്കാം. അപ്പോ വോളിയം ഓഫ് സിലിണ്ടർ പൈ ആർ സ്ക്വയർ എച്ച് എന്നാണ് ഫോർമുല. വോളിയം ഓഫ് സിലിണ്ടർ. അപ്പോൾ ക്യാപിറ്റൽ ആറും ക്യാപിറ്റൽ എച്ചും വലിയ സിലിണ്ടറിന്റെ റേഡിയസിനെ ഹൈറ്റിനാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് പൈ ആർ സ്ക്വയർ എച്ച്, അതായത് പൈ ഇൻറ്റു ആർ എന്ന് പറഞ്ഞാൽ 4 ആണ്. അപ്പോൾ 4 സ്ക്വയർ ഇൻറ്റു എച്ച് എന്ന് പറഞ്ഞാൽ 10. അതുപോലെ വോളിയം ഓഫ് സ്ഫിയറോ 4/3 പൈ ആർ ക്യൂബ്. സ്ഫിയറിന്റെ റേഡിയസ് 2 ആണ്. അപ്പോൾ 4/3 പൈ ഇൻറ്റു 2 ക്യൂബ്. ഇനി നമ്പർ ഓഫ് സ്ഫിയേഴ്സ് പറഞ്ഞാൽ വോളിയം ഓഫ് സിലിണ്ടർ ബൈ വോളിയം ഓഫ് 1 സ്ഫിയർ ആണ്. വോളിയം ഓഫ് സിലിണ്ടർ എന്ന് പറയുന്നത് പൈ ഇൻറ്റു 4 സ്ക്വയർ ഇൻറ്റു 10 ബൈ വോളിയം ഓഫ് സിലിണ്ടർ എന്ന് പറയുന്നത് വോളിയം ഓഫ് സ്ഫിയർ എന്ന് പറയുന്നത് 4/3 പൈ ഇൻറ്റു 2 ക്യൂബ്. അതൊന്ന് എക്സ്പാൻഡ് ചെയ്ത് എഴുതാം. പൈ ഇൻറ്റു 4 ഇൻറ്റു 4 ഇൻറ്റു 10. ഇവിടെ ഡിവൈഡഡ് ബൈ 3, 4/3 കൊണ്ട് ഡിവൈഡ് ചെയ്യാന്ന് പറഞ്ഞാൽ 3/4 കൊണ്ട് മൾട്ടിപ്ലൈ. അപ്പം ഡിനോമിനേറ്ററിലുള്ള 3 ന്യൂമറേറ്ററിൽ വരും. ബൈ 4 പൈ ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 2, അതായത് 8. ഇത് ക്യാൻസൽ ചെയ്യാം. ക്യാൻസൽ ചെയ്യുമ്പോൾ 4ഉം 4ഉം ക്യാൻസലായി പോകും. ഈ 4ഉം ഈ 8ഉം ക്യാൻസലായി 2 വരും. 2ഉം 10ഉം 5, 5 3s are 15. പയ്യും ക്യാൻസലായി പോയി. അപ്പോൾ എത്ര സ്ഫിയേഴ്സ് ഉണ്ടാക്കാം? 15 സ്ഫിയേഴ്സ് ഉണ്ടാക്കാം. ഇപ്പം ഇതിനെ മെൽറ്റ് ചെയ്ത് ഈ സൈസിലുള്ള 15 സ്ഫിയേഴ്സ് നിർമ്മിക്കാം. ക്ലിയർ ആയോ പറഞ്ഞത്? ഓക്കെ, മറ്റൊരു ചോദ്യത്തിലേക്ക് പോവാം. 4ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ടെക്സ്റ്റ് ബുക്കിലെ. A metal sphere of radius 12 cm is melted and recast into 27 small spheres of radius equal size. What is the radius of each small spheres? ഇതുപോലെ തന്നെ മറ്റൊരു പ്രോബ്ലം ആണ്. കുറച്ചുകൂടി വ്യത്യസ്തമായിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ്? ഒരു മെറ്റൽ സ്ഫിയർ, വലിയൊരു സ്ഫിയർ, സോളിഡ് മെറ്റൽ സ്ഫിയർ, അത് മെൽറ്റ് ചെയ്തിട്ട് 27 സ്മോൾ സ്ഫിയേഴ്സ് ആക്കി മാറ്റുന്നു. അതായത് അതിനെ ഈ 27 സ്മോൾ സ്ഫിയേഴ്സ് ആക്കി മാറ്റും. അങ്ങനെയാണെങ്കിൽ ആ ഓരോ സ്ഫിയറിന്റെ റേഡിയസ് എത്രയായിരിക്കും? നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ 12 cm റേഡിയസ് ഉള്ള ആ വലിയ സ്ഫിയറിന്റെ വോളിയവും ഈ 27 സ്ഫിയറിന്റെ വോളിയവും ഈക്വൽ ആയിരിക്കും. അതായത് വോളിയം ഓഫ് ദി ലാർജ് മെറ്റൽ സ്ഫിയർ ഈസ് ഈക്വൽ ടു 27 ഇൻറ്റു വോളിയം ഓഫ് ദി സ്മോൾ മെറ്റൽ സ്ഫിയേഴ്സ്. Let the radius of small sphere is taken as r and capital R is ലാർജ് സ്ഫിയറിന്റെ ക്യാപിറ്റൽ ആർ എടുത്തു. അത് 12 ആണ്. അപ്പോൾ എന്നിട്ട് വോളിയം ഓഫ് ലാർജ് സ്ഫിയർ ഈസ് ഈക്വൽ ടു 27 ഇൻറ്റു വോളിയം ഓഫ് സ്മോൾ സ്ഫിയേഴ്സ്. കാരണം വലിയ സ്ഫിയറിനെ 27 ചെറിയ സ്ഫിയർ ആക്കി മാറ്റിയേക്കണേ. അപ്പോൾ ആ 27 ചെറിയ സ്ഫിയറിന്റെയും കൂടി വോളിയത്തിന്റെ സമ്മായിരിക്കും വലിയ സ്ഫിയറിന്റെ വോളിയം. വലിയ സ്ഫിയറിന്റെ വോളിയം എന്ന് പറഞ്ഞാൽ 4/3 പൈ ക്യാപിറ്റൽ ആർ ക്യൂബ്. ആർ എന്ന് പറഞ്ഞാൽ 12 ആണ്. ഇവിടെ 12 ക്യൂബ് ഈക്വൽ ടു 27 ഇൻറ്റു 4/3 പൈ സ്മോൾ ആർ ക്യൂബ്. അപ്പൊ എന്ത് 12 ക്യൂബ് ഈസ് 4/3 പൈയും 4/3 പൈയും വെട്ടിപ്പോവും. 12 ക്യൂബ് ഈസ് ഈക്വൽ ടു 27 ഇൻറ്റു ആർ ക്യൂബ് എന്ന് വരും. അതായത് 12 ക്യൂബ് ഈസ് ഈക്വൽ ടു 27 ഇൻറ്റു ആർ ക്യൂബ്. 12 ക്യൂബ് ഈസ് ഈക്വൽ ടു 27 നമുക്ക് 3 ക്യൂബ് എന്ന് എഴുതാം. അപ്പൊ 3 ക്യൂബ് ആർ ക്യൂബ്, 3r ദി ഹോൾ ക്യൂബ് ഈസ് ഈക്വൽ ടു 12 ക്യൂബ്. അപ്പൊ 3r എന്ന് പറഞ്ഞാൽ 12 കിട്ടും. അതായത് 3r 12 ആണെങ്കിൽ റേഡിയസ് എത്ര വരും? 12/3 4 cm. അപ്പൊ 27 സ്മോൾ സ്ഫിയേഴ്സ് ആക്കി മാറ്റിയാൽ ആ ഓരോ സ്ഫിയറിന്റെ റേഡിയസ് എത്രയായിരിക്കും? 4 cm വീതമായിരിക്കും. ക്ലിയർ ആയോ പറഞ്ഞത്? 27 സ്ഫിയേഴ്സ് ആക്കി മാറ്റി എന്ന് പറഞ്ഞാൽ വോളിയം 27 ചുരുങ്ങി. അപ്പോൾ വോളിയം 27 ചുരുങ്ങിയാൽ റേഡിയസ് അതിന്റെ 1/3 ആവും. അതായത് ഇതിന്റെ 12ന്റെ 1/3, 12 ന്റെ 1/3
4 അങ്ങനെ മനക്കണക്കായിട്ട് കൂട്ടാം. അതായത് വോളിയം 1/27 ആയി മാറി എന്ന് പറഞ്ഞാൽ 3 ക്യൂബാണ് 27. അപ്പോൾ വോളിയം 1/27 ആയെന്ന് പറഞ്ഞാൽ റേഡിയസ് 1/3 പാർട്ട് ആകും. ക്യൂബ് റൂട്ട് ഓഫ് വോളിയം അതായത് 27 ക്യൂബ് റൂട്ട് 3. അപ്പോൾ 12ന്റെ 1/3 പാർട്ട് എന്ന് പറഞ്ഞാൽ 4. ക്ലിയർ ആയ മനക്കണക്കായിട്ട് നമുക്ക് ചെയ്യാം. ഫ്രം എ സോളിഡ് സ്ഫിയർ ഓഫ് റേഡിയസ് 10 സെന്റിമീറ്റർ ദി ലാർജസ്റ്റ് കോൺ ഓഫ് ഹൈറ്റ് 16 സെന്റിമീറ്റർ is carved out. What fraction of the volume of the sphere is the volume of the cone? അപ്പോൾ ഇത് വളരെ വ്യത്യസ്തമായ ഒരു ചോദ്യമാണ്. വലിയ ഒരു സ്ഫിയർ, അതിനകത്തുനിന്ന് 10 സെന്റിമീറ്റർ ആണ് അതിന്റെ റേഡിയസ് തന്നിട്ടുണ്ട്. 16 സെന്റിമീറ്റർ ഹൈറ്റ് ഉള്ള പരമാവധി വലിപ്പമുള്ള ഒരു കോൺ, അതായത് ഹൈറ്റ് 16 ആണ്, അതിൽ നിന്ന് ഇങ്ങനെ പരമാവധി വലിപ്പമുള്ള ഒരു കോൺ കർവ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ കോണിന്റെ വോളിയവും സ്ഫിയറിന്റെ വോളിയവും തമ്മിലുള്ള റേഷ്യോ, അല്ലെങ്കിൽ സ്ഫിയറിന്റെ വോളിയത്തിന്റെ എത്ര പാർട്ടാണ് കോണിന്റെ വോളിയം, ദാറ്റ് ഈസ് കോണിന്റെ വോളിയം ബൈ സ്ഫിയറിന്റെ വോളിയമാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, ഇത് ഹൈറ്റ് 16 ആണെന്നറിയാം, റേഡിയസ് ഓഫ് ദി സ്ഫിയർ 10 ആണെന്നറിയാം. ഈ റേഡിയസ് ഓഫ് ദി കോണും കൂടി കിട്ടിക്കഴിഞ്ഞാലേ വോളിയം ഓഫ് ദി കോൺ കാണാൻ പറ്റുള്ളൂ. റേഡിയസ് ഓഫ് ദി സ്ഫിയർ അറിയാവുന്നതുകൊണ്ട് വോളിയം ഓഫ് സ്ഫിയർ 4/3πr³ നമുക്ക് ഡയറക്റ്റ് കണ്ടുപിടിക്കാം. വോളിയം ഓഫ് ദി കോൺ കണ്ടുപിടിക്കണമെങ്കിൽ ഹൈറ്റ് മാത്രം അറിയാവുള്ളൂ, റേഡിയസ് കണ്ടുപിടിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഈ ട്രയാങ്കിളിൽ നിന്ന് ഹൈപ്പോട്യൂസ് 10 ആണ്, ഈ ലെങ്ത് എന്ന് പറഞ്ഞാൽ ഈ ലെങ്ത് 16 ആണ്. 16 ഈ റേഡിയസ് ഇത്രയും കുറച്ച് കഴിയുമ്പോൾ ബാക്കിയുള്ളതാണ് 6. അപ്പോൾ സ്ഫിയർ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ റേഡിയസ് 10 ആണ്, വോളിയം എന്ന് പറയുന്നത് 4/3πr³. 4/3π × 10³ 10³ എന്ന് പറയുമ്പോൾ 1000. അപ്പോൾ 4000π/3 ആണ് വോളിയം ഓഫ് ദി സ്ഫിയർ. ഇനി ക്യൂബ് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഹൈറ്റ് 16 ആണ്. എക്സ് എന്ന് പറയുന്ന ഈ ഡിസ്റ്റൻസ് മൊത്തം ഹൈറ്റിൽ നിന്ന് 16ൽ നിന്ന് റേഡിയസ് 10 കുറച്ചാൽ മതി. 16 - 10 6. അപ്പോൾ ഇവിടെ ഒരു റൈറ്റ് ട്രയാങ്കിൾ ഫോം ചെയ്തിട്ടുണ്ട്. ഇത് 6, ഇത് 10. അപ്പോൾ R കണ്ടുപിടിക്കാം. R is equal to √10² - 6². പൈതഗോറസ് തിയറം, ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ മൈനസ് ബേസ് സ്ക്വയർ, അതാണ് ആൾട്ടിറ്റ്യൂഡ് ആയിട്ട് വരിക. അതായത് √64 8 എന്ന് കിട്ടും. അപ്പോൾ ഹൈറ്റ് ഓഫ് ദി ഹൈറ്റ് അല്ല, റേഡിയസ് ഓഫ് ദി കോൺ ഈസ് ഈക്വൽ ടു 8 സെന്റിമീറ്റർ. അപ്പോൾ വോളിയം ഓഫ് ദി കോൺ ആണെങ്കിലോ വോളിയം ഈസ് ഈക്വൽ ടു 1/3πr² വെച്ചതാണ് 1/3π. R ഇപ്പോൾ കണ്ടുപിടിച്ചു 8. അപ്പോൾ 8² × h 16 ആണ്. അപ്പോൾ 1/3π × 64 × 16 കിട്ടും. അപ്പോൾ നമുക്ക് ഈ കോണിന്റെ വോളിയം സ്ഫിയറിന്റെ വോളിയത്തിന്റെ എത്ര പാർട്ട്, അപ്പോൾ കോണിന്റെ വോളിയം ബൈ സ്ഫിയറിന്റെ വോളിയം നോക്കിയാൽ മതി. വോളിയം ഓഫ് കോൺ ബൈ വോളിയം ഓഫ് സ്ഫിയർ എന്ന് പറയുമ്പോൾ 1/3π × ഇവിടെ 8² × 16, 8 × 8 × 16 ബൈ 4/3π × അതായത് നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുക, വെട്ടി കുറയ്ക്കാണ് 10 × 10 × 10. അപ്പോൾ ഇവിടെ ഡിനോമിനേറ്റർ 3 ക്യാൻസൽ ആയി പോകും, പൈയും വെട്ടിപ്പോവും, 1/3π ക്യാൻസൽ ആയി പോവും. 4ഉം 8ഉം 2 വരും, 10ഉം 8ഉം 4 5, പിന്നെ 4ഉം 10ഉം 2 5, വീണ്ടും 2ഉം 10ഉം 5. അപ്പോൾ എത്ര കിട്ടും? 8 × 8 × 16 by 4 × 10 × 10, that is 2 × 4 × 4 by 5 × 5 × 5, that is 32/125. അതായത് വോളിയം ഓഫ് ദി കോൺ ഈസ് 32/125 പാർട്ട് ഓഫ് ദി സ്ഫിയർ. ക്ലിയർ ആയോ പറഞ്ഞത്? അപ്പോൾ ടെക്സ്റ്റ് ബുക്കിലെ 5ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്, അതും കൂടി ചെയ്തിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. A solid sphere is cut into 2 hemispheres. From one a square pyramid and from the other a cone. Each of maximum size are to be carved out. What is the ratio of their volumes? അതായത് ഒരു സ്ഫിയർ എടുക്കുന്നു, സോളിഡ് സ്ഫിയർ, അതിന് നേരെ നടുവ് മുറിക്കുന്നു, രണ്ടാക്കുന്നു. ഒരെണ്ണത്തിൽ നിന്നൊരു കോണും ഒരെണ്ണത്തിൽ നിന്നൊരു സ്ക്വയർ പിരമിഡും, രണ്ടും മാക്സിമം സൈസിലുള്ള ആണ് നിർമ്മിക്കുന്നത്. അപ്പോൾ അതില് ഇതിൽ നിന്നൊരു കോണും ഇതിൽ നിന്നൊരു സ്ക്വയർ പിരമിഡും നിർമ്മിക്കുകയാണെങ്കിൽ ഈ സ്ക്വയർ പിരമിഡിന്റെയും അതുപോലെ കോണിന്റെയും വോളിയംസ് തമ്മിലുള്ള റേഷ്യോ ആണ് ചോദിച്ചിരിക്കുന്നത്, റേഷ്യോ ഓഫ് ദർ വോളിയംസ്. അപ്പോൾ അത് നമുക്ക് സ്ക്വയർ പിരമിഡ് എടുക്കാം. നമുക്ക് തന്നിരിക്കുന്ന സ്ഫിയറിന്റെ മെഷേഴ്സും തന്നിട്ടില്ല. അപ്പോൾ ലെറ്റ് ദി റേഡിയസ് ഓഫ് ദി സ്ഫിയർ R എടുക്കാം, സ്മോൾ r. അപ്പോൾ ഇതിന്റെ റേഡിയസ് 6, അപ്പോൾ ഇതും 6 ആണ്, ഇതും 6 ആണ്.
അപ്പോൾ ഇതിന്റെ ബേസിൽ നിന്ന് ഒരു മാക്സിമം സൈസിലുള്ള ഒരു സ്ക്വയർ വരണം. അപ്പോൾ സ്ക്വയർ പിരമിഡ് വരാന്ന് പറയുമ്പോൾ ബേസ് ഇതാണ്. അപ്പം ഇങ്ങനെ ഒരു സ്ക്വയർ വരും. അതിന്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ്, അത് റേഡിയസ് തന്നെയാണ്. അപ്പോൾ ആ എച്ചും ആറാണ്, ബേസ് ഡയമീറ്റർ 2r ആണ്. ഇത് 6 ഇതും 6. അപ്പോൾ ഡയമീറ്റർ ഓഫ് ദി ബേസ്, ആ സ്ക്വയറിന്റെ ഡയമീറ്റർ എന്ന് പറയുമ്പോൾ ഡയഗണൽ, സ്ക്വയറിന്റെ ഡയഗണൽ 2r ആണ്. ഡയമീറ്റർ ഓഫ് ദി സ്ഫിയർ തന്നെയാണ് ഡയഗണൽ ഓഫ് ദി സ്ക്വയർ. അപ്പോൾ ഇതിന്റെ ബേസ് ഡയഗണൽ 2r ആണ്. അപ്പോൾ ഇതിന്റെ വോളിയം കാണാൻ എന്ത് ചെയ്താൽ മതി, 1/3 ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് എന്നാ. ബേസ് ഏരിയ വൺ സൈഡ് എ ആണ്, എ സ്ക്വയർ ആണ് ബേസ് ഏരിയ. ഇവിടെ ഡയഗണൽ വന്നാൽ ഏരിയ കാണാൻ ഒരു ഫോർമുല ഉണ്ട്, ഹാഫ് ഡി സ്ക്വയർ. അതാണ് എളുപ്പവഴി, വൺ സൈഡ് കണ്ടുപിടിക്കേണ്ട. അപ്പോൾ ബേസ് ഏരിയ ഈസ് ഈക്വൽ ടു ഹാഫ് ഡി സ്ക്വയർ. ബേസ് സ്ക്വയർ ആണ്, സ്ക്വയർ പിരമിഡിന്റെ ബേസ് സ്ക്വയർ ആണ്. ആ സ്ക്വയറിന്റെ ഡയഗണൽ ആണ് 2r. റേഡിയസ് 6 ആയതുകൊണ്ട് ഡയഗണൽ 2r. അപ്പൊ ഹാഫ് ഇൻറ്റു 2r ദി ഹോൾ സ്ക്വയർ. ഡി ആണ് 2r. ക്ലിയർ ആയി പറഞ്ഞത്? ഹാഫ് ഡി സ്ക്വയർ എന്നുള്ള ഫോമിൽ എടുത്താൽ വൺ സൈഡ് കണ്ടുപിടിച്ച് ചെയ്താലും കുഴപ്പമില്ല. വൺ സൈഡ് കണ്ടുപിടിക്കാം. ഇത് 6 ആകുമ്പോൾ ഇത് r√2 എന്ന് കിട്ടും. നമ്മൾ ട്രിഗണോമെട്രി പഠിച്ചിട്ടുണ്ട്. ഐസോസെലസ് ട്രയാങ്കിള്, അതിന്റെ ഹൈപ്പോട്ടന്യൂസ് √2 ടൈംസ് ദി ബേസ് ആണ്. അപ്പോൾ r√2 അങ്ങനെ എടുത്തിട്ട് ചെയ്താലും കുഴപ്പമില്ല. അപ്പോൾ 1/3 a സ്ക്വയർ h വെച്ചും ചെയ്യാം. അപ്പോൾ എളുപ്പം ഇതാണ്, ഹാഫ് ഡി സ്ക്വയർ ഈസ് ദി ബേസ് ഏരിയ. അതായത് ഹാഫ് ഇൻറ്റു 2r ദി ഹോൾ സ്ക്വയർ എന്ന് കിട്ടും. അതായത് 1/2 ഇൻറ്റു 4r സ്ക്വയർ, 2r സ്ക്വയർ ആണ് ബേസ് ഏരിയ. വോളിയം 1/3 ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ്. 1/3 ഇൻറ്റു ബേസ് ഏരിയക്ക് വരും 2r സ്ക്വയർ ഇൻറ്റു ഹൈറ്റ് r തന്നെയാണ്. ഹൈറ്റ് റേഡിയസിന് ഈക്വൽ ആണ്. അതായത് ഈ ലൈൻ ഡിസ്റ്റൻസ് അത് തന്നെയാണ് ഇതിൻ്റെയും ഹൈറ്റ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, 2r സ്ക്വയർ ഇൻറ്റു r ക്യൂബ് വരും. അപ്പോൾ 2r³ അല്ലെങ്കിൽ 2/3 r³ ആണ് വോളിയം ഓഫ് ദി സ്ക്വയർ പിരമിഡ്. വോളിയം ഓഫ് ദി സ്ക്വയർ പിരമിഡ് ഓഫ് മാക്സിമം സൈസ് ദാറ്റ് ക്യാൻ ബി കാർവ്ഡ് ഔട്ട് ഫ്രം ദിസ് ഹെമിസ്ഫിയർ. ഇനി വോളിയം ഓഫ് ദി കോണോ, കോൺ വരുമ്പോൾ ബേസ് മാറ്റമില്ല, ബേസ് അത് തന്നെ. ഹൈറ്റ് ഇത് വരണം. അപ്പോൾ മാക്സിമം ഹൈറ്റിലുള്ള കോൺ എന്ന് പറയുന്നതാണ്. വോളിയം 1/3 πr² h എന്നാണ്. അവിടെ r എന്ന് പറയുന്നത് r തന്നെ, h എന്ന് പറയുന്നത് r തന്നെ. അപ്പോൾ വോളിയം ഓഫ് ദി കോൺ എന്ന് പറയുമ്പോൾ 1/3 πr² h, h എന്ന് പറഞ്ഞാൽ r തന്നെയാണ്. ഇപ്പൊ hന്റെ സ്ഥാനത്ത് r കൊടുക്കാം. 1/3 πr² ഇൻറ്റു r, അതായത് 1/3 πr³. അപ്പോൾ വോളിയം ഓഫ് ദി കോൺ 1/3 πr³, വോളിയം ഓഫ് ദി സ്ക്വയർ പിരമിഡ് 2/3 r³. അപ്പോൾ റേഷ്യോ എന്ന് പറയുമ്പോൾ 2/3 r³ ബൈ 1/3 πr³. അപ്പോൾ 2/3 3 വെട്ടിപ്പോവും, r³ വെട്ടിപ്പോവും, ബാക്കി 2/π വരും. അപ്പോൾ 2:π ആണ് എന്തെന്ന് പറയുന്നത്, റേഷ്യോ ഓഫ് ദി വോളിയം ഓഫ് സ്ക്വയർ പിരമിഡ് ടു വോളിയം ഓഫ് കോൺ. ക്ലിയർ ആയോ പറഞ്ഞത്? അപ്പൊ ഇവിടെ ഒരു പ്രത്യേകതയും കൂടി നിങ്ങൾക്ക് നോട്ട് ചെയ്താൽ മനസ്സിലാവും. ഈ ഹെമിസ്ഫിയറിൽ നിർമ്മിക്കാവുന്ന ഏറ്റവും വലിയ സ്ക്വയർ പിരമിഡ് എടുത്തു കഴിയുമ്പോൾ ആ സ്ക്വയർ പിരമിഡിന്റെ വൺ സൈഡ് ഇത് കണ്ടില്ലേ, ഇത് ബേസ് 6, ഇത് 6, അപ്പൊ r√2 ആണ് ഇത് കിട്ടിയത്. ഇത് r√2 ആണെങ്കിൽ ഇത് മറ്റൊരു റൈറ്റ് ട്രയാങ്കിൾ ഇങ്ങനെ കിട്ടും കേട്ടോ. ഇത് 6 ആണ്, ഇതും 6 ആണ്. അപ്പൊ ഇതും r√2, എല്ലാ എഡ്ജും സെയിം ആയിരിക്കും. അതായത് ലാറ്ററൽ ഫേസ് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആയിട്ടുള്ള സ്ക്വയർ പിരമിഡ് ആയിരിക്കും. അപ്പോൾ എല്ലാ ഫേസും എല്ലാ എഡ്ജസും സെയിം ആയിട്ട് വരുന്ന ഒരു സ്ക്വയർ പിരമിഡ് ആണ് ഹെമിസ്ഫിയറിൽ നിർമ്മിക്കാവുന്ന ഏറ്റവും വലിയ സ്ക്വയർ പിരമിഡ്. അങ്ങനെ ഒരു പ്രത്യേകത കൂടി അതിനുണ്ട്. അപ്പോൾ ഇത് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു.